ഹലോ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വോൾ ഡെക്കർ ആണ് കേട്ടോ. നല്ല എലഗൻ ലുക്കുള്ള ഒരു വോൾ ഡെക്കർ ആണ്. നമ്മുടെ റൂമിൽ വല്ല ഒഴിഞ്ഞു കിടക്കുന്ന സ്പേസ് ഉണ്ടെങ്കിൽ, ഒത്തിരി ഭയങ്കര വലിയ സ്പേസ് ഒക്കെ ആണെങ്കിൽ ഇത് നല്ല ഉപകാരമുള്ള സാധനം കേട്ടോ. നല്ല ഭംഗിയിൽ എലഗൻ ലുക്കിൽ ആ ഇത്തിരി സ്പേസ് നമുക്കൊന്ന് കവർ ചെയ്ത് കിട്ടും. ഇത്തിരി അല്ല, ഇത്തിരി അധികം. ഓക്കെ, അത് നല്ല ഭയങ്കര ബിഗ് ആയിട്ടുള്ളൊരു വോൾ ഡെക്കർ ആണ്. അപ്പോൾ ഇതിൻ്റെ റെഫറൻസ് പിക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിന് 7 സ്ക്വയേഴ്സ് ആണ് വേണ്ടത്. ഇതിന് നടുക്ക് അവർ പ്ലാസ്റ്റിക് സ്പൂൺ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ തൽക്കാലം നമ്മുടെ അടുത്ത് പ്ലാസ്റ്റിക് സ്പൂൺ ഇല്ല. അതുകൊണ്ട് നമ്മളിപ്പം ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത് വലിയ സ്പൈറൽ ഫ്ലവേഴ്സ് വെച്ചിട്ടാണ്. നല്ല വലിയ സർക്കിൾ വെട്ടിയെടുത്തിട്ട് സ്പൈറൽ ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇരിക്കുന്നതാണ് വിചാരിക്കുന്നത്. പിന്നെ നമുക്ക് സ്പൂൺ വാങ്ങിക്കുമ്പം ഇതിൻ്റെ ഒരു റിക്രിയേഷൻ ആയിട്ട് ഞാൻ ഷോർട്ടായിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിനകത്തുള്ളത് 7 ഡയമണ്ട് ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫുള്ളായിട്ട് വേണ്ടത് 28 ഐസ്ക്രീം സ്റ്റിക്സ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7x4 ഒരു സ്ക്വയറിന് 4 എണ്ണം, പിന്നെ 7 സ്ക്വയറാണ് വേണ്ടത്. അതുകൊണ്ട് 74 28 നല്ല ഇതിലാണ് എടുത്തുള്ളത്. നമുക്കിത് 7 സ്ക്വയേഴ്സ് ആയിട്ട് ഒട്ടിച്ചെടുക്കുമ്പോൾ നല്ല കട്ടിയിൽ, നല്ല പെട്ടെന്ന് ഒട്ടണതും നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടിയിരിക്കുന്നതായിട്ടുള്ള പശയിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് 7 സ്ക്വയേഴ്സ് ആയിട്ട് ഒട്ടിച്ച്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെറിയൊരു ട്രാൻസിഷൻ മേഡ് ചെയ്തിട്ടുണ്ട്. സ്മൂത്ത് ആയെന്ന് അറിയില്ല. ഓക്കെ, നമ്മളിതാ ഫുൾ ഒട്ടിച്ച് സ്ക്വയർ ആക്കി എടുത്തിട്ടുണ്ട്. 7 എണ്ണം സ്ക്വയറിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ കാണിച്ച ഫോട്ടോ ഇല്ലേ, അതുപോലെ അറേഞ്ച് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം ഞാനത് ഒട്ടിക്കാനായിട്ട് 3 എണ്ണം ഈ ഒരു ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ പല വീഡിയോസിലായിട്ട് കാണിച്ചിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ നിന്നൊരു ഓഫർ കിട്ടിയപ്പോഴേക്കും, ന്യൂ ഇയർ ഓഫർ എന്ന് പറഞ്ഞിട്ട് നമ്മളെ വാങ്ങിക്കില്ലേ ഒരു ബിസിനസ് പോലെ, അതിനകത്തുനിന്ന് വാങ്ങിച്ചാണ് ഈ ഗ്ലൂ. അടിപൊളി ഗ്ലൂ ആണ് കേട്ടോ. ഇതിന് മുന്നേ എൻ്റെ അടുത്ത് ഇതിൻ്റെ ഒരു യെല്ലോ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ട്രാൻസ്പെറൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്ത് ഈ കൊലായതാണ് കേട്ടോ. നോ പ്രോബ്ലം. ഈ ഒരു ഗ്ലൂ ഫ്ലെക്സ് ക്വിക്ക് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ആ പെട്ടിയാണിത്. ഇതിനകത്ത് വുഡെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. വുഡാണിത്. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിക്കാം. വുഡും പല പല സാധനങ്ങളും എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഈ ഒരു ഗ്ലൂ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ, ഇൻസ്റ്റൻ്റ് അഡ്രസ് എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ മിനി പാക്കറ്റൊക്കെ ഇല്ലേ, ഒരു യെല്ലോ എന്നിട്ട് ബ്ലൂ അടപ്പുള്ള. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കാണിച്ച ആ ഫോട്ടോയിലുള്ള പോലെ ഏകദേശം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് 5 എണ്ണം ഇതുപോലെ നിരത്തി വെക്കുക. പിന്നെ പൊക്കത്തും താഴെയും ഇതുപോലെ ആ ഒരു 2 സ്ക്വയർ ഉള്ളത് വെച്ച് കൊടുക്കുക. ഇത് വെക്കേണ്ടത് ഈ നടുക്കത്തെ സംഭവത്തിൻ്റെ അടിയിലേക്ക് ഇതിൻ്റെ ഒരു കോർണർ കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇതും അതുപോലെ തന്നെ കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ ലേ ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊക്കെ ഇതൊന്ന് കറക്റ്റായിട്ട് ഇതുപോലെ ചേർത്ത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം വെച്ചാൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. സോറി ഫോർ ദാറ്റ്, മൈ മിസ്റ്റേക്കാണ്. ഓക്കെ, അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ നമ്മുടെ പൊക്കത്തിൽ നിന്ന് വെക്കണ സ്ക്വയറില്ലേ, അത് ഇതിൻ്റെ നടുക്ക് വെക്കുമ്പം ഈ സൈഡിലേക്കായും കൂടുതൽ പോവാം. കാരണം 5 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ ഈ സൈഡിൽ 2 എണ്ണം വേണം, ഈ സൈഡിലും 2 എണ്ണം വേണം. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ 1 എണ്ണവും ഈ സൈഡിൽ 3 എണ്ണം ആയിപ്പോൾ. അപ്പോൾ നമ്മുടെ അളവ് തെറ്റും. അതുകൊണ്ട് ഞാൻ വീണ്ടും ഫോട്ടോ എടുത്തൊന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. നമ്മുടെ നടുക്കത്തെ ഇതില്ലേ, കാരണം 1 2 മൂന്നാമത്തെ സ്ക്വയർ അതിൻ്റെ ഇങ്ങനെ ഇത്രയും ഒരു ഇതുപോലെ ഈ താഴെയും മേളിലും കയറ്റി വെച്ച് കൊടുക്കുക. പിന്നെ ഇത് ഇത്തിരി ഒന്ന് താഴേക്ക് ഇറക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആവും കേട്ടോ. അതിൻ്റെ മിഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഓക്കെ, ഇങ്ങനെയാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. സോറി ഫോർ ദാറ്റ്, എൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ ആ ഫോട്ടോ മതിയായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇതിൽ വേറെ മിസ്റ്റേക്കൊന്നുമില്ല. ഇതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഞാൻ ഇത് ഒട്ടിക്കുന്നത് ഫ്ലെക്സ് ക്യൂക്ക് വെച്ച് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു വൈറ്റ് സ്പേസിൽ കാണുന്നത്. ഞാൻ ഇത്തിരി ഒന്ന് ഇറക്കി വെച്ചാണ് കേട്ടോ. ഓക്കെ, ഇങ്ങോട്ടൊന്ന് തിരിച്ചു കൊടുക്കുന്നുണ്ട്.
ഫുള്ളി ഒട്ടിച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നോ, നിങ്ങളിങ്ങനെ ഒരു ട്രാൻസിഷൻ കാണും. ഇതിൻ്റെ ബാഗിൽ കുറേ നേരം ഇരുന്ന് ഒട്ടിച്ചിട്ടാണ് കേട്ടോ ഫുൾ ഒട്ടിക്കിട്ടിയത് എൻ്റെ പൊന്നോ. ഈ ഒട്ടിക്കണ മാത്രമാണ് ഞാൻ ഇത്ര റിസ്കി ആയിട്ടുള്ളത്. വേറെ എല്ലാം ഓക്കെ. ഒരു സ്ഥലത്ത് ഒട്ടിച്ച് വരുമ്പോൾ മറ്റേത് വിട്ടു. അങ്ങനെ ഇങ്ങനെ ഞാൻ ഈ കല്ല് വരെ എടുത്ത് വെച്ചിട്ട് ഒട്ടിക്കുമ്പം ഇതിനകത്ത് നമ്മുടെ ഒരു പൂവിൻ്റെ പെയിൻ്റ് ഇളകി ഇവിടെ പറ്റിയിട്ടുണ്ട്. ഇനി ഈ പൂവിന് വേറെ പെയിൻ്റ് അടിച്ച് കൊടുക്കാം. ശ്രദ്ധിക്കുക, പെയിൻ്റ് അടിച്ച് ഒന്ന് എടുത്തിട്ട് പൊക്കത്ത് വെക്കാണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ പരിപാടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വെക്കാം. എൻ്റെ വീട്ടിൽ വൈറ്റ് ബോൾ ആയതുകൊണ്ട് ഇതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല. നിങ്ങളുടെ അവിടെ വല്ല നല്ല പർപ്പിളോ പിങ്കോ ഗ്രീനോ ബ്ലൂ അങ്ങനെ എന്തെങ്കിലും ലൈറ്റ് ബ്ലൂ ലൈറ്റ് ഷെയ്ഡിലുണ്ടാവില്ലേ, അങ്ങനെ എല്ലാമാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വെക്കാം. എൻ്റെ വീട്ടിലെ വാൾ ഫുള്ളും വൈറ്റാണ്. പുറത്ത് മാത്രം ലൈറ്റ് ഗ്രീൻ ഉണ്ട് കേട്ടോ. പുറത്ത് വെക്കണ്ടെന്നാണ് എൻ്റെ ഒരു തീരുമാനം. കാരണം എപ്പോഴാണെങ്കിലും പൊട്ടി വീഴാൻ കസിൻസൊക്കെ വന്ന് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബോളൊക്കെ വന്ന് അടിച്ചാൽ തീർന്നു കഴിച്ചു. അതുകൊണ്ട് തന്നെ അകത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അകത്ത് വെക്കുമ്പം ഇതിന് പെയിൻ്റ് അടിക്കണം. പെയിൻ്റ് അടിക്കാനായിട്ട് ഇപ്പം ഞാൻ അതിനകത്ത് കണ്ടത് ബ്ലാക്കാണ്. അപ്പോൾ നമുക്ക് ഇതിന് വേറെ എന്തെങ്കിലും കളർ കൊടുത്ത് തന്നെ ചേരുമെന്ന് ആലോചിക്കുകയാണ് കേട്ടോ. എൻ്റെ അടുത്താണെങ്കിൽ ഇങ്ങനെ പേസ്റ്റൽ ഷെയ്ഡ്സ് ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് പേസ്റ്റൽ ഷെയ്ഡ് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് വല്ല പർപ്പിളും കൊടുത്താലോ. പർപ്പിൾ തന്നെ കുറേ വോൾഡൊക്കെ എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. ബ്ലാക്ക് തന്നെ കൊടുക്കണമെന്ന് ആലോചിക്കാൻ ഒരു കളർ തീരുമാനിച്ചിട്ട് പറയാവേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അടിക്കാവേ. അപ്പോൾ ഗൈസ് നമ്മൾ പറഞ്ഞൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ബ്ലാക്കും വൈറ്റും കോംബോയിൽ തന്നെ ചെയ്യാൻ പോവാണ്. എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിരിക്കണതിൽ എപ്പോഴും ബ്ലാക്ക് എന്ന് പറയും. ബട്ട് ബ്ലാക്ക് കളറിലൊരു വോൾ ഡെക്കർ പോലും എൻ്റെ വീട്ടിലില്ല. ഞാൻ ഇപ്പോൾ പോയി നോക്കിയിട്ട് വന്നപ്പം. അപ്പം ഞാനിത് എൻ്റെ റൂമിൽ തൂക്കാനാണ് വിചാരിക്കുന്നത്. റൂമിലൊരു വോളിൽ ഭയങ്കര ഒരു ബ്ലാങ്ക് ആയിട്ട് എടുക്കുന്ന സ്പേസുള്ള വോളുണ്ട്. അവിടെ ഒട്ടിക്കാനാണ് ഇത്രയും വലുതായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ബ്ലാക്ക് തന്നെ അടിച്ചു കൊടുക്കാൻ എൻ്റെ മനസ്സിൽ കുറേ പ്രശ്നം പറഞ്ഞു. അപ്പോൾ അതിനെ സെലക്ട് ചെയ്തു. നമുക്ക് ഫുൾ ബ്ലാക്ക് വെച്ച് അടിച്ചെടുക്കാം. ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫെവിക്രിലിൻ്റെ ബ്ലാക്ക് കളർ അടിച്ചിട്ട് 0 എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഓക്കെ, നമുക്കിത് ഫുൾ അടിച്ചെടുക്കാം. അപ്പോൾ ഗായ്സ് ഫുൾ പെയിൻ്റ് അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫുൾ കളർ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ബ്ലാക്ക് തന്നെ കൊടുത്തു. അപ്പം ഇനി നമുക്ക് ഈ നടുക്ക് വെക്കാനുള്ള ഫ്ലവർ ഉണ്ടാക്കി ഇത് ഉണങ്ങട്ടെ കേട്ടോ അവിടെ ഇരുന്ന്. അപ്പോൾ ഗായ്സ് ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഞാൻ A4 എടുത്തിട്ടുണ്ട്. നമുക്ക് അതിന് നടുക്ക് വെക്കാനുള്ള ഫ്ലവർ ആയതിനെ കൊണ്ട് തന്നെ നല്ലൊരു വലിയ സർക്കിൾ വെട്ടിയെടുക്കണം. അതിന് വേണ്ടി രണ്ടായിട്ട് മടക്കുക. രണ്ടായിട്ട് മടക്കിയിട്ടുള്ള ഒരു ഇതിൽ വേണം നമുക്ക് സർക്കിൾ വെട്ടിയെടുക്കാൻ. ഇതുപോലെ കുറച്ചായിട്ട് മുട്ടിക്കുക. ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ ഭയങ്കര കുറഞ്ഞു കിട്ടും. അതുകൊണ്ട് തന്നെ ഇത്രയും ഒരു സൈസിലുള്ള വരയ്ക്കണം. അതിനുവേണ്ടി നമുക്ക് കോമ്പസ് തന്നെ വേണം കേട്ടോ. ഇത്രയും വലിയ റൗണ്ടിലുണ്ടെങ്കിൽ കറക്റ്റ് പാത്രമൊന്നും കിട്ടാൻ സാധ്യതയില്ല. ഞാൻ നമ്മുടെ ട്രിങ്കറ്റ് ബോക്സിൻ്റെ ക്യാപ്പ് വെച്ച് ഒട്ടും തന്നെ ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് കോമ്പസ് തന്നെ വരക്കാം. അപ്പോൾ പ്രത്യേകിച്ച് അളവൊന്നും എടുത്തിട്ടില്ല. ഞാൻ നമ്മുടെ A4 മടക്കിയിട്ട് ആ ഒരു റേഡിയസിന് തന്നെ എടുത്ത് നോക്കിയിട്ട് വരച്ചാണ് കേട്ടോ. ഇത്രയും വലിയൊരു സർക്കിൾ നമുക്ക് കിട്ടും. രണ്ടായിട്ട് മടക്കിക്കൊണ്ട് 2 കിട്ടും. നമുക്ക് 3 എണ്ണമാണ് ടോട്ടൽ വേണ്ടത്. അപ്പം ഇനി ഒരു സ്ഥലത്ത് വെച്ചിട്ട് തന്നെ ഇത് വരച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു സ്പൈറലായിട്ട് വരച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്നല്ല, കറക്റ്റ് ചെയ്ത് കിട്ടണം. 3 എണ്ണം ഒരുമിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുവരെ കട്ട് ചെയ്തെടുക്കുമ്പം ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, നമുക്ക് ഇതൊന്ന് ലെവൽ ചെയ്യാനായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൂർത്തിരിക്കുന്ന പോലെ ഉണ്ടാവും. അത് നമ്മൾ ഫസ്റ്റ് സ്പൈറലിലേക്ക് കയറുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ളത്. ജസ്റ്റ് ഒന്ന് ആ ഒരു ടിപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമുക്ക് ഇതിനകത്തുനിന്ന് അടർത്തി എടുക്കണം. സൂക്ഷിച്ചില്ലെങ്കിൽ കീറിപ്പോകും. അതുപോലെ ഇങ്ങനെ സ്പൈറലായിട്ട് തന്നെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് അൺഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ എടുക്കാം. അതുപോലെ തന്നെ സ്പൈറലായിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ.
ഇത് എങ്ങനെ റോൾ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന ഫ്ലവറാണ്. ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ വേറെ എന്തെങ്കിലും ഫ്ലവർ ആണെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ഇതാണ്. ഇപ്പോൾ നമ്മൾ സമയം ഏകദേശം ഒരു 12 മണി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഈ ടിപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് റോൾ ചെയ്തെടുക്കാൻ പറ്റും. എന്തെങ്കിലും സ്റ്റിക്ക് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം, ഞാൻ ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇതുപോലെ കൈ വെച്ച് റോൾ ചെയ്യുമ്പോൾ തന്നെ കിട്ടും കേട്ടോ. ഓക്കെ, എനിക്ക് സ്റ്റിക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഊരി പോകുന്ന പോലെ തോന്നും. അതുകൊണ്ട് സ്റ്റിക്കൊന്നും എടുക്കാറില്ല. ഈ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് കുറേ നാളായിട്ടോ. അപ്പം കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ജൈൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു, അറിയില്ല. കറക്റ്റായിട്ട് നല്ല ടൈറ്റിൽ റോൾ ചെയ്തിട്ട് അവസാനം ഒന്ന് ലൂസൻ ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് കറക്റ്റ് ടൈറ്റിൽ ഇതുപോലെ വെച്ചിട്ട് റോൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഫുൾ റോൾ ചെയ്ത് മൂന്നെണ്ണം റോൾ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത്രയും വലിപ്പം കിട്ടിയില്ലെങ്കിലും ഇത്തിരി ഓക്കെ ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുത്തതിന് ഇതുപോലെ സ്പ്രിങ് പോലെ അടി കളിക്കും കേട്ടോ. നമുക്ക് ഇതിൻ്റെ അടിയിൽ ഫെവിക്കോൾ വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കണം. ഈ ഒരു പോർഷൻ വിട്ടില്ലേ, അവിടെ ഒന്ന് ഗ്ലൂ ആക്കി കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ ഇരുന്നോളൂ കേട്ടോ. അങ്ങനെ 3 എണ്ണം നമുക്ക് ചെയ്തു. മൂന്നെണ്ണവും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബേസിക്കലി നോക്കുമ്പം ഇതും ഇത്തിരി ചെറുതാണ്. അപ്പോൾ നമുക്ക് 2 സൈഡിൽ വെച്ചിട്ട് ഇത് നടുക്ക് വെക്കാം. നല്ലവണ്ണം റോളായിട്ടുണ്ട്. ഇത് അങ്ങനെയാണ് വലുതാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുടഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ കൈ വിട്ട് കൊടുക്കുക ചെയ്താൽ മതി. പിന്നെ കുടഞ്ഞിട്ട് ആദ്യം കൈ വിട്ടിട്ടാണ് ഒട്ടിച്ചത്, പിന്നെ ഇപ്പോൾ കുടയുമാണ്. ഓക്കെ, നമുക്ക് അതിനേക്ക് ഒട്ടിച്ചെടുക്കാം. ഇതത്ര രസം ഉണ്ടാവില്ല, തൽക്കാലത്തേക്ക് ഇപ്പോൾ ഒട്ടിക്കുവാണ് കേട്ടോ. വേറെ പ്ലാസ്റ്റിക് സ്പൂണോ വുഡൻ സ്പൂണോ ഒന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ തന്നെ, ഡെക്കറേഷൻ വീഡിയോ ഇട്ടൊരു ഷോർട്സ് ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യും. നമുക്ക് വരുമ്പം ഇനി ആ പ്ലാസ്റ്റിക് സ്പൂണോ എന്തെങ്കിലും വുഡൻ സ്പൂണോ എന്തെങ്കിലും കിട്ടുമ്പം എന്തായാലും ഞാൻ ചെയ്യും കേട്ടോ. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാം. മറ്റേത് ഉണങ്ങി കാണും കേട്ടോ. ഇപ്പോൾ കഴിച്ചാൽ നമ്മുടെ മറ്റേ സാധനം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലോണം. ഇതെങ്ങനെ ഒട്ടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ സൈഡ് വെച്ചിട്ടാണ് ഒട്ടിക്കണേ. അപ്പം നമ്മുടെ വലിയ പൂ ഇതുപോലെ നല്ല പോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പൂ ഒട്ടിക്കാനായിട്ട് നമുക്കൊന്ന് പീൽ ചെയ്തിട്ട് അവിടെ പൂവിലേക്ക് ഒട്ടിക്കണം നല്ലത്. അല്ലെങ്കിൽ ഈ പൂവിൽ വെച്ച് നമ്മൾ പീൽ ചെയ്യാൻ നോക്കുമ്പോഴേക്കും പൂ തിളങ്ങിയിട്ടുണ്ടാവും. അതിനെക്കാട്ടും നല്ല ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഫസ്റ്റ് പൂവിൽ നിന്ന് കിട്ടിയ അനുഭവമാണ് ഇത്. നമുക്ക് ഈ ഒരു കോർണറിലായിട്ട് ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്കിലേക്ക് ഒട്ടിച്ചെടുക്കാം. ഇച്ചിരി നടുപ്പിച്ച് ഒട്ടിക്കുന്നത് ബെറ്റർ ആയിരിക്കും. അധികം ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ബോറായിരിക്കും കേട്ടോ. അടുത്ത പൂവിൻ്റെയും ഡബിൾ സൈഡ് എടുത്തിട്ട് ഫീൽ ചെയ്യുക. നമുക്ക് നമ്മുടെ റോസിൻ്റെ ബാക്കിലേക്ക് ഒട്ടിക്കുക. കൈയൊക്കെ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ അതും ഫീൽ ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഇതുകൂടെ ഒട്ടിച്ചെടുക്കുക. അപ്പം അടിപൊളിയായിട്ടുള്ള നമ്മുടെ എല്ലക്കൻ്റെ ഇതിവിടെ ഒട്ടിപ്പിടിച്ച് ഗൈസ്, നമ്മുടെ ക്ലോത്തിലായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഡബിൾ സൈഡാണ് ഒട്ടിപ്പിടിച്ചത്, വേറെ ഒന്നുമല്ല. ഇങ്ങനെ പറിച്ചിട്ട് വീണ്ടും കറക്റ്റ് ചെയ്യാം. ഇതുപോലെ രീതിയിൽ ഒട്ടിക്കുക. ജസ്റ്റ് നടുക്കിലേക്ക് നമ്മുടെ വാൾ ഡെക്കറിൻ്റെ കംപ്ലീറ്റ് ലുക്ക് കണ്ടിട്ടുണ്ട്, ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഹോളിൽ ഞാൻ ഒരു സ്ഥലത്ത് കൊണ്ട് തൂക്കി കാണിച്ചിട്ട്, ഹോളിലോ റൂമിലോ ഞാൻ റൂമിൽ തൂക്കാന്നല്ലേ പറഞ്ഞത്. അപ്പോൾ റൂമിൽ തൂക്കാം. ഞാൻ പറഞ്ഞത് മാറിപ്പോയതാണ്. റൂമിൽ എൻ്റെ ഒരു സ്പേസ് വെറുതെ കിടക്കുന്നുണ്ട്, അവിടെ തൂക്കി കാണിച്ചു തരാം. ഓക്കെ, പ്ലസ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചെറുതായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി എവിടെയൊക്കെയാണ് ഡബിൾ സൈഡ് ഒട്ടിക്കണേ എന്നുള്ളതാണ്. ഇതിനൊട്ടും വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എവിടെ ഒട്ടിച്ചാലും നിന്നോളും. എന്നാലും എവിടെയൊക്കെയാണ് കറക്റ്റായിട്ടൊന്ന് ഡബിൾ സൈഡ് ഒട്ടിക്കണമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. നമ്മുടെ തിരിച്ചു വെക്കുമ്പോൾ ഫ്രണ്ടിലെ റൈറ്റ് സൈഡ്, അതായത് തിരിച്ചു വെക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഉള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഇവിടുത്തെ ഈ പൊക്കത്തെ 2 സൈഡിലെ ഇതും പിന്നെ പൊക്കത്തെയും താഴത്തെ അതിനകത്ത് 3 സൈഡാണ് ഒട്ടിക്കേണ്ടത്. ഈ സ്ക്വയറിലേക്ക് മുട്ടിയേക്കുന്നതിലൊന്നും ഒട്ടിക്കരുത് കേട്ടോ. മനസ്സിലായെന്നും തോന്നുന്നു. നടുക്കത്തെ സ്ക്വയറിന് കണക്റ്റഡ് ആയിട്ടുള്ള ഇതിലൊന്നും ഒട്ടിക്കരുത്. അതിന്ന് ലാസ്റ്റുള്ള ഇതിൽ ഒട്ടിച്ചിട്ട് 3 കോർണറിൽ ഒട്ടിക്കുക. പൊങ്ങിയിരിക്കണ സ്റ്റിക്കിൻ്റെ പൊക്കത്താണ് ഒട്ടിക്കേണ്ടത് കേട്ടോ. അതുപോലെ നൈസായിട്ട് പുറത്തേക്ക് ചാടി നിൽക്കാത്ത വിധത്തിൽ ഒട്ടിച്ചു കൊടുക്കുക.